സ്വാഗത ഭാഷണത്തിനായി ഗാനരചയിതാവ് കൂടിയായ ശ്രീനിവാസൻ ആശ്രയ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം സ്വാഗതം അരുളുക എന്നതാണ്. ഈ മഹനീയ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത് ശ്രീ മമ്മുക്കുട്ടി അവർകളാണ്. 13ാം വാർഡ് മെമ്പറായ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആദരവപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പുണ്യജനനിയുടെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ശ്രീ ദേവദാസ് നന്മണ്ടയാണ്. ആകാശവാണി ആർട്ടിസ്റ്റും പ്രൊഡ്യൂസറുമായ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആദരവപൂർവ്വം ഈ വേദിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പുണ്യജനനി ക്രിയേഷൻസിന്റെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ശ്രീ സുധാകരൻ മാസ്റ്റർ അവർ ഈ ഷോർട്ട് ഫിലിമിന്റെ രചയിതാവും സംവിധായകനുമായ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ആദരവപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആശംസ അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ ത്രികുണം മാസ്റ്റർ അവർ ദിശ സാംസ്കാരിക കൂട്ടായ്മയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ആദരവപൂർവ്വം ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് മജീദ് മാസ്റ്റർ അവർ ശിവപുരം സ്വദേശിയാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ആദരവപൂർവ്വം ഈ സദസ്സിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അബു മാസ്റ്റർ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുവരെ എത്തിയിട്ടില്ല. KVR സ്മൃതിയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഞങ്ങൾ ഈ സദസ്സിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ സുരേന്ദ്രേട്ടൻ വാഗയാടിന്റെ കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സജീവമായ സുരേന്ദ്രേട്ടനെയും സ്നേഹപൂർവ്വം ആദരവപൂർവ്വം ഈ സദസ്സിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. സദാനന്ദേട്ടനെയും സ്നേഹപൂർവ്വം ആദരവപൂർവ്വം ഞങ്ങൾ ഈ സദസ്സിലേക്ക് സ്നേഹപൂർവ്വം ആദരവപൂർവ്വം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എൻ സുരേഷ് ഏട്ടൻ ഞങ്ങളുടെ ഈ ദൗത്യത്തിന് എല്ലാവിധ പിന്തുണയും നൽകി അദ്ദേഹത്തിന്റെ വീട് പോലും ഞങ്ങൾക്ക് ഈ ഷോർട്ട് ഫിലിമിന് വേണ്ടി സമർപ്പിച്ച അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ആദരവപൂർവ്വം ഞങ്ങൾ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീധരേട്ടൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന ഈ KVR സ്മൃതിയുടെ രക്ഷാധികാരിയായ അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ആദരവപൂർവ്വം ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ എല്ലാ കാര്യത്തിലും പ്രചോദനമായി ഞങ്ങളൊപ്പം സഞ്ചരിക്കുകയും ഞങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്ന നല്ലവരായ കലാസ്നേഹികളായ നാട്ടുകാരെയും സഹപ്രവർത്തകരെയും എല്ലാം ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഇതിലൊരു പ്രധാന വേഷം അലങ്കരിച്ച എൻ്റെ അമ്മായി വയനാട് സ്വദേശിയാണ്, അശോക ഗംഗാധരൻ. അദ്ദേഹത്തെയും അവരെയും സ്നേഹപൂർവ്വം ആദരവപൂർവ്വം ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ എല്ലാറ്റിനും പ്രചോദനമായിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്ന മോഹനേട്ടൻ, അതുപോലെ ഒരുപാട് വ്യക്തികളുണ്ട്. ഈ ഒരു ആശയമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് പിന്തുണയായിട്ട് നിന്ന് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അവരെല്ലാം ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ സദസ്സിനെ ധന്യമാക്കാൻ വേണ്ടി, അധ്യക്ഷ പദവി അലങ്കരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ മമ്മുക്കുട്ടി അവർകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും കൊയിലാണ്ടി വിഷനിലേക്ക് സ്വാഗതം. അലാവിഷൻ ക്രിയേഷൻസിൻ്റെ പുണ്യജനനി എന്ന മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം പ്രകാശനം ചെയ്തു. വാഗയാട് മുതുവനത്താഴെ KVR സ്മൃതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രകാശന കർമ്മം ആകാശവാണി ആർട്ടിസ്റ്റ് ദേവദാസ് നന്മണ്ട നിർവഹിച്ചു. മക്കള് കളിച്ചോണ്ടിരിക്കുക, സമയത്തായി എന്നാ വിചാരോ? പോയി കിടന്ന് ഉറങ്ങിക്കോളി.
മണിയാശാനെ, തെക്കേ മണിക്കത്തെ കുട്ടികൾക്ക് അപൂർവമായി കിട്ടുന്ന ഒരു അവസരമാണ് ഈ സപ്തതി ആഘോഷം എന്നൊക്കെ പറഞ്ഞു. അവര് കളിച്ചോട്ടെ. കളിച്ചോട്ടെ. മാധവനറിയോ, ഈ സപ്തതിക്ക് ഒരു 4 മക്കളെ ഒരുമിച്ച് കാണാനുള്ള സാവിത്രി അമ്മേന്റെ ആ മനസ്സുണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുക്കണം. സമ്മതിച്ചു കൊടുക്കണം. അല്ല, നമ്മളെ എടവന ബാസി കുറച്ച് ചൂടുവെള്ളത്തിന് പോയിനല്ലോ, ഏടെ പോയി? ചൂടാക്കിയിട്ട് വരും. കോട്ടൂർ പഞ്ചായത്ത് 13-ാം വാർഡ് മെമ്പർ കൂടിയായ മമ്മുക്കുട്ടി വട്ടോളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റേജിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തദ്ദേശീയരാൽ നിർമ്മിക്കപ്പെട്ട ഷോർട്ട് ഫിലിം പുണ്യജനനി എന്ന ഷോർട്ട് ഫിലിമിന്റെ പ്രകാശന കർമ്മത്തിന്റെ ചടങ്ങിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. തദ്ദേശീയ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് എഴുതിയ പാട്ട് സജ്ജീകരിച്ചത് എൻ്റെ എല്ലാ മ്യൂസിക് എല്ലാ കാര്യങ്ങളും എ മുതൽ സെറ്റ് വരെ എല്ലാ കാര്യങ്ങളും തദ്ദേശീയരാൽ തന്നെ ചെയ്ത് അത് വളരെ ഭംഗിയായി നിർവഹിച്ച് നിങ്ങളെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊരു പ്രകാശന കർമ്മം നടത്താൻ വേണ്ടിയാണ് ഈ സ്റ്റേജ് ഇന്ന് ഈ KVR സ്മൃതി കുടുംബം അനുവദിച്ചിരിക്കുന്നത്. ഈ KVR സ്മൃതിന്റെ ഈ സ്റ്റേജിന്റെ ഒരു പ്രധാനം എന്ന് പറഞ്ഞാൽ, കുറെ കാലം ഏകദേശം 2 കൊല്ലമായി കലയെ സ്നേഹിക്കാനും കല എങ്ങനെ വളർത്തിയെടുക്കാനും കലയെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു സ്റ്റേജായിട്ടാണ് ഇവിടെ ആരംഭിച്ചതും അത് അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ചെറുതും വലുതുമായ ഒട്ടേറെ കലാകാരന്മാരെ ഈ സ്റ്റേജിൽ കൂടി വളർന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ നാട്ടിൽ തന്നെ ഒരു 10-30 കലാകാരന്മാര് വളരെ നല്ല രീതിയിൽ അവരുടെ കലാപ്രകടനങ്ങൾ, ഒളിച്ചിരിക്കുന്ന കലാവാസനകൾ അല്ലെ കലാപ്രകടനങ്ങൾ ഇന്ന് നമ്മുടെ മുന്നില് അവതരിപ്പിക്കാൻ ഈ സ്റ്റേജ് മുഖാന്തരം ഈ കുടുംബ മുഖാന്തരം കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ആത്മാനത്തോടെ പറയാണ്. മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം പുണ്യജനനി പ്രകാശന കർമ്മം നിർവഹിച്ച ആകാശവാണി ആർട്ടിസ്റ്റ് ദേവദാസ് നന്മണ്ട സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. കാരണം നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെയും നമ്മളെ വേദനിപ്പിക്കുന്നതാണ്, നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുകയും അത് മാത്രമല്ല പലതരത്തിൽ നമ്മുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് ചിന്തകളെ വിഭിന്നമായി ഇങ്ങനെ വിഭ്രംശിച്ചുകൊണ്ട് പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഗതികേടിലേക്ക് നമ്മൾ മാറിപ്പോകുന്നത്. അങ്ങനെ മാറിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഫാമിലി എന്ന് പറയുന്ന, കുടുംബം എന്ന് പറയുന്ന ഒരു ചട്ടക്കൂട് നമ്മൾ വളരെ മനോഹരമാക്കി കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ ഈ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, സാധാരണ നമ്മൾ കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും കുടുംബം എൻ്റെ കുടുംബാംഗമാണ്, അല്ലെങ്കിൽ ഇത് കുടുംബത്തിൽ ഒരു കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു മരണം ഉണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ ആ വാക്കിന്റെ അർത്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകേണ്ടതാണ് കുടുംബം എന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും പല വീടുകളിലും കൂടുമ്പോൾ പ്രകമ്പനങ്ങളോ അല്ലെങ്കിൽ ഭൂകമ്പത്തിന് തുല്യമായിട്ടുള്ള അവസ്ഥകളോ ഉണ്ടാകുന്നു. പക്ഷെ അത് അയൽ വീട്ടിലേക്ക് അറിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആ വീടിനെ ഉയരത്തിൽ മറച്ചു വെക്കുന്ന, ചൈനയിലെ വൻമതിലിനെ അതിശയിപ്പിക്കുന്ന, അതിനേക്കാൾ അതിശയിപ്പിക്കുന്ന വൻ മതിലുകൾ കെട്ടി നമ്മൾ ഒന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ജാഗരൂകരായിരിക്കുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അല്ലേ? സാധാരണഗതി അങ്ങനെയാണ്. നേരത്തെയൊക്കെ വീടാണ് ആദ്യം പോകുക, ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇതില് എന്ന് പറയുന്ന മതില് ആദ്യം കെട്ടി നമ്മൾ ഗേറ്റ് സദാ അടച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ പുറത്തേക്ക് പോകുന്നു, ഗേറ്റ് തുറക്കുന്നു, പുറത്തു പോകുന്നു, തിരിച്ചു വരുമ്പോൾ വീണ്ടും അത് തുറക്കുന്നു. നോ എൻട്രി എന്നുള്ള ബോർഡ് വെക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചില വീടിന് മുമ്പിലെങ്കിലും ബിവെയർ ദ ഡോഗ് എന്ന് കാണാം. പട്ടിയെ സൂക്ഷിക്കുക. പട്ടിയെ ഏതോ കാലം ഒരുപക്ഷെ ചത്തുപോയിട്ടുണ്ടാകാം, അല്ലെ പട്ടി ഉണ്ടാകാത്ത വീടാകാം. എന്നാൽ ആ ബോർഡ് വെച്ച് അന്യനെ അകറ്റി നിർത്തുന്ന ഒരു വിരുദ്ധ പ്രവണത മനുഷ്യനിൽ വളർന്നു വരുന്നുണ്ട്. ഇതാര് കാണിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാസമ്പന്നരാണ് നമ്മുടെ കൊച്ചു കുട്ടികളാകട്ടെ നമ്മളാകട്ടെ അവശ്യ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെയും. പക്ഷെ ആ വിദ്യാഭ്യാസത്തിനെ നമ്മുടെ ഒരു ഫാമിലിയുടെ ഡിസൈനിങ്ങിലേക്ക്, ഒരു ഐഡിയൽ ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ ഡിസൈനിങ്ങിലേക്ക് കൊണ്ടുവരുന്നതിൽ പലരും പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് പുതിയ കാലത്തിന്റെ ഒരു ദൗർഭാഗ്യമായിട്ട് എന്നെ പോലെയുള്ള എളിയ, പ്രത്യേകിച്ചും ഒരു ചെറിയ രീതിയിൽ എഴുതുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് അമ്മ എന്ന് പറയുന്ന ഒരു ത്രെഡിനെ, ഒരു ആശയത്തെ നിങ്ങൾ സ്വീകരിക്കുകയും ഒരു കൂട്ടായ്മയിലൂടെ സ്വീകരിക്കുകയും
ഒരു അംഗീകരിക്കാത്ത, ആ വിഷയത്തെ അംഗീകരിക്കാത്ത ഒരു നിലപാടും ആരും കാണിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സുധാകരൻ മാഷ് അത് ഭദ്രമായി അദ്ദേഹത്തിന്റെ ഭാവനയ്ക്കും അദ്ദേഹത്തിന്റെ കർമ്മകുശലതയ്ക്കും അനുസരിച്ചായി ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ആ സിനിമ കാലിക പ്രസക്തം തന്നെയാണ്. അത് കാണുന്നിടത്തോളം കാലം നമ്മുടെ ചിന്തയിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും, അമ്മയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. അമ്മയെ സ്നേഹിക്കുന്നതിൽ നിന്ന് നമ്മൾ അകലാതിരിക്കാൻ നമ്മൾ ജാഗ്രത കാണിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത് നല്ല ആശയമാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാങ്കേതിക വിദഗ്ധരെയും അതേപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ സഹകരണം അഭിനയിച്ചും നിങ്ങളാവുന്ന രീതിയിൽ അതിനെ നിർമ്മിതിക്ക് സഹായിക്കുകയും ചെയ്ത എല്ലാവരും അഭിനന്ദനം അർഹിക്കുകയാണ്. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികളടക്കമുള്ള ആ ഷോർട്ട് ഫിലിമിലെ കൊച്ചുകുട്ടികളടക്കമുള്ള അവരുടെ എല്ലാം സംഭാവനകൾ വളരെ വലുതാണ്. ആരുടെയും സംഭാവന കുറച്ച് കാണുന്നില്ല. അപ്പൊ അതിനെ വളരെ കയ്യൊതുക്കത്തോടുകൂടി സുധാകരൻ മാഷനെ വ്യക്തമാക്കി, എന്നൊന്നും ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നില്ല, അതിന്റെ ഒരു കയ്യൊതുക്കത്തോടു കൂടി ചെയ്തൊരു കലാകാരൻ എന്ന നിലയ്ക്ക് ആ ചെറിയ ശരീരത്തിലെ വലിയ മനസ്സിനെ നമിക്കുന്നു. അദ്ദേഹം ചെറിയ മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഞാൻ മജീദ് മാഷോട് പറയാറുണ്ട്, എനിക്ക് ചാപ്പിനെ കാണുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് സുധാകരൻ മാഷെ കാണുമ്പോൾ ഉള്ളത്. അതേപോലെ തന്നെയാണ് അതിന് നിർമ്മിതിക്ക് അദ്ദേഹത്തിന്റെ ഊർജം പകർന്നുകൊണ്ട് ഈ നാട്, ഈ ചുറ്റുപാട്, ഈ വീട്, ഇതിന് പിന്നിലുള്ള വീട് എല്ലാം ഉപയോഗിക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ ഊർജവും അദ്ദേഹത്തിന് നൽകിയ നിങ്ങളുടെ ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇത് ഈ ഷോർട്ട് ഫിലിം പുണ്യ ജനനി എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ ഷോർട്ട് ഫിലിം റിലീസായിട്ടായിട്ട് പ്രഖ്യാപിക്കുകയാണ്. മജീദ് മാസ്റ്റർ ശിവപുരം സംസാരിച്ചു. അമ്മയോട് മോശമായി പെരുമാറുന്ന കുട്ടികൾ, അമ്മയെ കൊല്ലുന്നവർ, കാമുകിയെ കൊല്ലുന്ന കാമുകന്മാരും, അങ്ങനെ പരസ്പരം ഒരു വൈരം എവിടെയോ, ഒരു വിദ്വേഷം, ഒരു വെറുപ്പ് എവിടെയൊക്കെയോ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അവിടെ നമ്മൾ പകർന്നു നൽകേണ്ടതാണ് സ്നേഹം, കല എന്ന ലഹരി. ലഹരിയിൽ നിന്ന്, ലഹരി ജീവിതത്തിന് ആവശ്യമാണ്, ജീവിതമായിരിക്കണം ലഹരി എന്നുള്ളതാണ്. നമ്മുടെ പുതുതലമുറയെ, നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്നും മാറ്റാനുള്ള ഒരു മാർഗം കലയാണ്. കലയും കായികവുമായ പ്രവർത്തനങ്ങളിലേക്ക്, ആ ഒരു ലഹരിയിലേക്ക് അവരെ വഴിതിരിച്ചു വിടുകയാണെങ്കിൽ അവരിൽ യഥാർത്ഥ ലഹരി കണ്ടെത്തുകയും അവരിൽ സ്നേഹം ഉണ്ടാവുകയും ഈ പരസ്പരമുള്ള കാലുഷ്യവും വെറുപ്പവും വിദ്വേഷവും എല്ലാം ഒഴിവാക്കാൻ കഴിയും എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. കല കൊണ്ട് മാത്രമേ അത് സാധ്യമാവൂ. അതുകൊണ്ട് ഇത്തരം ഒരു സംരംഭം എന്തുകൊണ്ടും വളരെ ശ്ലാഘനീയമാണ്, വളരെ സന്തോഷകരമാണ്. ഈ ഒരു സദുദ്യമം തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മുടെ ആളുകൾക്ക്, നിങ്ങൾക്ക് കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും സ്നേഹവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഹലോ, താങ്ക് യു മജീദ് മാസ്റ്റർ. ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കാൻ വേണ്ടി ദിശ സാംസ്കാരിക കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശ്രീ ത്രികുണൻ മാസ്റ്റർ അവരെ ക്ഷണിച്ചു. ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് ദിശ സാംസ്കാരിക കൂട്ടായ്മയുടെ പ്രസിഡന്റ് കൂടിയായ ത്രികുണൻ മാസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. അമ്മയാണ്, സ്നേഹമാണ് ഇതിവൃത്തം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ഷോർട്ട് ഫിലിം ആകുമ്പോൾ ദൈർഘ്യം വളരെ കുറവായിരിക്കും. 5 മിനിറ്റും 3 മിനിറ്റും 1 മിനിറ്റ് പോലും ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സമൂഹത്തെ വളരെയധികം സ്വാധീനിക്കാൻ അത്തരം ഷോർട്ട് ഫിലിമുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള കാലം ദൈർഘ്യമേറിയ സിനിമകളിലേക്കോ അല്ലെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് ആസ്വദിക്കുന്ന നാടകങ്ങളിലേക്കോ ഒന്നും പോകാൻ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നില്ല. ഭാവിയുടെ സിനിമ ഷോർട്ട് ഫിലിം തന്നെയാണ്. അത് മനസ്സിലാക്കി ഇത്തരം ഒരു സംരംഭത്തിന് മുതിർന്ന ഈ കലാകാരന്മാരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. സംഭവം എത്ര ചെറുതാണെങ്കിലും അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് മുന്നൊരുക്കങ്ങൾ ആവശ്യമാണ്. ഈ ഒരു ചെറിയ ഫിലിമിന് ആഴ്ചകളല്ല, മാസങ്ങൾ തന്നെ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സംരംഭം നടത്തുമ്പോൾ, സാഹസപ്പെട്ട് നടത്തുമ്പോൾ അതിൻ്റെ ആളുകൾക്ക് ചില ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും. ഇതിന് ധാരാളം റീച്ച് കിട്ടണം,
ധാരാളം ആളുകൾ കണ്ട് ഉൾക്കൊള്ളണം, അഭിനന്ദിക്കണം എന്നൊക്കെ ആരായാലും ആഗ്രഹിച്ചു പോകും. അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹം സഫലമാകുന്ന രീതിയിൽ ഇതിന് ധാരാളം കാഴ്ചക്കാരെ ലഭിക്കട്ടെ. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇതിനേക്കാൾ വലിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവർക്ക് പ്രചോദനമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കാൻ വേണ്ടി ശ്രീ സുരേന്ദ്രേട്ടനെ ക്ഷണിച്ചോളൂ. സദാനന്ദേട്ടനെ ക്ഷണിച്ചോളൂ. ആശംസാ ഭാഷണത്തിനായി ശ്രീ സദാനന്ദേട്ടൻ. കാലിക പ്രസക്തിയുള്ളതാണ് ഇതിൻ്റെ ഉള്ളടക്കം. അതിൽ മുഖ്യമായും അമ്മയെയാണ് അതിൽ കാണിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അമ്മയെ മാത്രമല്ല അച്ഛനെയും മക്കൾ മറന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. അച്ഛനെയും അമ്മയെയും മക്കൾ മറന്നു പോകുമ്പോൾ സമൂഹത്തിലെ ചില ആളുകൾ ഈ മക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മക്കളെ പോയി കണ്ട് അവരുമായി സംസാരിച്ച് ഈ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുന്നതിൻ്റെ ബാധ്യതകൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒന്നല്ല, 1-2 അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് പറയാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കേണ്ടത് ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. അവരെ വൃദ്ധസദനത്തിൽ തള്ളി സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തമാണ് എല്ലാവരും അങ്ങനെയല്ലെങ്കിലും പല മക്കളും ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ അനുഭവത്തിലുള്ളതാണ്. എന്തായാലും ഇത്തരം ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കാൻ മനസ്സ് കാണിച്ച, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിക്കും. അടുത്തത് ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കാൻ വേണ്ടി സുരേഷ് ബാബുവിനെ ക്ഷണിച്ചു. ആശംസാ ഭാഷണത്തിന് സുരേഷ് ബാബു അവരെ ക്ഷണിക്കുകയാണ്. ഈ കലാസാംസ്കാരിക, അതെ, ഈ കല എന്ന വീടിന്റെ പേര് തന്നെയാണ്. ആ കലാസാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അതിൽ ഇവിടെ ഈ വേദി കൂടുതൽ ധന്യമാക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഈ കുടുംബത്തിനോടും സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. പിന്നെ എങ്ങനെയായാലും ഈ കാണുന്ന ഈ നമ്മുടെ നാട്ടിലുള്ള കലാകാരന്മാരും കൊച്ചു കുട്ടികളടക്കം അതിൽ ഭാഗവത്തായി പ്രവർത്തിക്കാനും സാധിച്ചതിലും ഇതിന് അല ക്രിയേഷൻ, അത് കടലലകളാവട്ടെ, അതുപോലെ തിരമാലകളായിട്ട് അറിവിന്റെ വെളിച്ചം പകരാൻ സാധിക്കട്ടെ. ആ അറിവിന്റെ വെളിച്ചത്തിലൂടെ കലാരൂപങ്ങളും അതേപോലെയുള്ള സംഭവങ്ങളും ഇനിയും ഈ വേദിയിൽ നടത്താൻ സാധിക്കട്ടെ. ഇവരുടെ മനസ്സിലേക്ക് ആ അലകളായി ഉയർന്നുകൊണ്ട്, ആ തിരമാലകളായി ആ വെളിച്ചം, ആ പ്രകാശം, ആ അറിവിന്റെ വെളിച്ചം പകർന്നുകൊണ്ട് ഇതേപോലെ സംഭവങ്ങൾ ഇനിയും നടത്താനും അത് പങ്കുചേരാനും ഇനിയും സാധിക്കട്ടെ, അവർക്കതിന് കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു കുടുംബത്തിൽ പ്ലസ്സുമുണ്ട് മൈനസുമുണ്ട്. അല്ലെങ്കിൽ
സ്നേഹമുണ്ട്, വെറുപ്പുണ്ട്. പക്ഷേ ഇതിൽ വെറുപ്പ് തീരെ സൂചിപ്പിച്ചിട്ടില്ല. സ്നേഹം മാത്രമാണ് എല്ലാവരുടെയും കൈമുതൽ. ആ സ്നേഹം എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഉണ്ടാവണം എന്നുള്ളൊരാശയമാണ് മുന്നോട്ട് വെച്ചത്. അതിനും എനിക്ക് പ്രചോദനം കിട്ടിയത് കൊടൂർ പഞ്ചായത്ത് വയോജന പദ്ധതിയുമായിട്ട് ഞങ്ങൾ ഈ വാർഡിലും 20 വാർഡുകളിൽ പല വാർഡുകളിലും പോയപ്പോൾ അവിടെ നിന്നുള്ള ഫീഡ്ബാക്കിൽ നിന്ന്, അവരിൽ നിന്ന് കേട്ട് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ടാണ് ഒരു നെഗറ്റീവ് എലമെൻ്റ് പോലും ഒരച്ഛനോ അമ്മയോ കുടുംബത്തിൽ നിന്ന് പറയാതെ ഒരു സപ്തതി ഇവിടെ ആഘോഷിക്കുന്നത്. കാരണം അമ്മയ്ക്കും മക്കളോടും യാതൊരു തരത്തിലുള്ള അറുപ്പോ വെറുപ്പോ ഇല്ല. മക്കൾക്കും അതുപോലെ തന്നെ മരുമക്കൾക്കും ആർക്കും ഒരു തരത്തിൽ അന്യോന്യമുള്ള ദ്വേഷമോ അസൂയോ കുശുമ്പോ ഒന്നുമില്ല. അത്തരത്തിലുള്ള ഒരു മാതൃക കുടുംബത്തെ ഈ ഒരു ടെലിഫിലിമിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മ്യൂസിക്കൽ ഷോർട്ട് ഫിലിമിലൂടെ ആണ് ഉദ്ദേശിച്ചത്. അതെത്രമാത്രം നേരത്തെ പറഞ്ഞ പോലെ 14 മിനിറ്റ്, 1.5 മണിക്കൂർ, 2 മണിക്കൂർ സിനിമയാകുമ്പോൾ അത് പൂർണ്ണമാക്കാൻ കഴിയും. പക്ഷേ 14 മിനിറ്റ് കൊണ്ട് അതെത്രമാത്രം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇനിയും ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അടുത്തതായി ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കാൻ വേണ്ടി ശ്രീധരേട്ടൻ കല അവരുടെ ക്ഷണിച്ചു. KVRന്റെ രക്ഷാധിപതി കൂടിയായ ശ്രീധരേട്ടനെ ക്ഷണിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഈ ഷോർട്ട് ഫിലിമിൽ ഇന്ന് സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഇന്നാളെ അവിടെ പോയി. അപ്പം ഞങ്ങൾ 3 ദിവസം ശരിക്കും ആഘോഷം തന്നെയായിരുന്നു ഈ ചിത്രീകരണ വേളയിലല്ലോ. അത് അവിടെ തികച്ചും എല്ലാ സമയവും ഞങ്ങളവിടെ ചെലവഴിച്ചതാണ്. അത് ഉണ്ടായാലില്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്നത് കാണാനും അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ജിജ്ഞാസ കൊണ്ടാണ്. അപ്പോൾ അവിടെ പോയി അതെല്ലാം കണ്ടു. ഞങ്ങൾ വളരെ ഭംഗിയായി പിരിഞ്ഞതാണ്. ഈ ഫിലിമിൽ ഇതൊരു സുഖപര്യവസാനിയായിട്ടുള്ള കഥയാണ്. അതും നമ്മൾക്ക് ഒരു മനസ്സമാധാനമാണ്. കാരണം ഈ അവസാനം ഈ ദുഃഖത്തിലാവുന്നത് വളരെ വലിയ ഇഷ്ടപ്പെടുന്ന ആളല്ല. അപ്പോൾ ഇതൊരു സുഖപര്യവസാനിയായിട്ടുള്ള കഥയാണ്. പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളുടെ കഥ പറയുമ്പോൾ എല്ലാം എനിക്ക് പൂർണ്ണമായിട്ടും ഇവരെ പറ്റിയൊക്കെ ശരിക്കും അറിയാം. കാരണം 40-40 കൊല്ലം മുമ്പ് ഇതിലെ ദാമോദരൻ ഇപ്പം ഇവിടെ വേദിയിലുണ്ട്. അദ്ദേഹത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാടകത്തിൽ അന്ന് ഞാൻ കണ്ടത്, അയാൾ അഭിനയിച്ചത് ശരിക്കും അയാളത് ജീവിച്ചതാണ്. അന്ന് എടോനെ കണ്ടിത്തായത്ത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരു ഇതിൽ അയാൾ അഭിനയിച്ച കാര്യം വളരെ ഗംഭീരമായിട്ടുള്ള അഭിനയം. അതുപോലെ തന്നെ സുധാകരൻ മാഷും ഒരുപാട് അന്ന് സുധാകരൻ മാഷ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ നാടകത്തിൻ്റെ അതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ട്. പിന്നുള്ളത് നമ്മളെ ശ്രീനിയേട്ടനാണ്. ശ്രീനിയേട്ടനൊരു ബഹുമുഖ കലാകാരനാണ്. അദ്ദേഹത്തെ ഞങ്ങൾ അയാളടുത്ത് ഇവരെ കൂട്ടത്തിലൊക്കെ ജീവിക്കുന്നതിൻ്റെ നമുക്ക് ഒരു അഭിമാനമായിട്ട് തോന്നുകയാണ് പല സമയത്തും. അത്രയും നല്ല ഒരു നിലയിലാണ്. പക്ഷേ ഇതിനെല്ലാ ഭാവുകങ്ങളും ഈ ഷോർട്ട് ഫിലിമിനുണ്ടാവട്ടെ. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കാൻ വേണ്ടി സന്തോഷിനെ ക്ഷണിച്ചോളൂ. ഈ നന്ദി അർപ്പിച്ച ശേഷം ജനഗണമന ആലപിച്ച ശേഷം മാത്രമേ പിരിഞ്ഞു പോകാവൂ എന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയ കലാകാരന്മാരെ, KVR സ്മൃതിയിലെ അംഗങ്ങളെ, ഈ അലാമിഷൻ ക്രിയേഷൻസിന്റെ ബാനറിൽ പുണ്യജന്മി എന്ന നമ്മുടെ ഒരു ടെലിഫിലിം ഇന്ന് 7 മണിക്ക് യൂട്യൂബിലൂടെ റിലീസായിട്ടുണ്ട്. എല്ലാവരും അത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടനുബന്ധിച്ച് ഇവിടെ എത്തി
ഇതിന് സ്വാഗത ഭാഷണം പറഞ്ഞ ഗാനരചയിതാവ് ശ്രീനിവാസൻ ആശ്രയം, അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച് നമ്മോട് സംസാരിച്ച 13ാം വാർഡ് മെമ്പർ ശ്രീ മമ്മുക്കുട്ടി അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. ആകാശവാണി ആർട്ടിസ്റ്റും പ്രൊഡ്യൂസറുമായ ശ്രീ ദേവദാസ് നമ്മളുടെയാണ് നമുക്ക് ഉദ്ഘാടനം നടത്തിയത്. അദ്ദേഹത്തെ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കൂടാതെ പുണ്യജന്യെ പറ്റി വിശദമായ കാര്യങ്ങൾ പറഞ്ഞ ഇതിന്റെ സംവിധായകൻ കൂടിയായ നമ്മുടെ പ്രിയ സുധാകരൻ മാസ്റ്റർ. ഞാൻ ഈ മൈക്കിന്റെ മുന്നിലൊക്കെ നിൽക്കുന്നത് തന്നെ സുധാകരൻ മാഷിനോട് കൂടിയാണ്. മാഷാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയലും നാടകത്തിൽ കൂട്ടിക്കൊണ്ടുപോവുക, കാണിക്കുക, അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള സംഗതികളൊക്കെ ഒരുപാട് പഠിച്ചത്. ഈ ഒരു ചെറിയ സംഗതി തന്നെ ഇത്രയും പുറകില് ഇത്രയും വിഷമങ്ങളുണ്ട്, ഒരുപാട് ടെക്നിക്കുകളുണ്ട് എന്നുള്ളത് മനസ്സിലായത് ഈ ഒരു പരിപാടി നേരിട്ട് അനുഭവിച്ചതിലൂടെയാണ്. ശ്രീനേട്ടൻ ഞാനും അതിനെ ഒരുപാട് റെക്കോർഡിങ്ങിനും കാര്യങ്ങളൊക്കെ പോയ സമയത്ത് ആണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങളെ പറ്റി മനസ്സിലായത്. ഇത് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഇതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഞാൻ ഇതിൽ നിന്ന് വ്യതിചലിക്കുന്നു. എന്റെ കർത്തവ്യം നന്ദി പറയുക എന്നുള്ളതാണ്. ഇവിടെ ആശംസ അർപ്പിച്ച് സംസാരിച്ച തൂവൻ മാസ്റ്റർ, എം വി സദാനന്ദേട്ടൻ, മജീദ് മാസ്റ്റർ ശിവപുരം, കല ശ്രീധരേട്ടൻ, സുരേഷ് ബാബു നറേശ്ശേരി, രജിൽ തുരുത്തിയാട്, ഇവർക്കൊക്കെ കലാ വിഷ്വൽസിന്റെ പേരിലും KVR സ്മൃതിയുടെ പേരിലും നന്ദി പ്രകാശിപ്പിക്കുകയാണ്.